ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് സെലക്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റോക്സ് നോക്കി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ മാർജിനെല്ലാം നമുക്ക് വരഞ്ഞു വയ്ക്കാം. നമ്മുടെ മാർജിൻ ക്രോസ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് വാങ്ങിക്കാവുന്നതാണ്. നമ്മളിതിനു മുമ്പ് പറഞ്ഞ പല സ്റ്റോക്കുകളും പല തവണകളായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് പറയുന്ന അടുത്ത ദിവസം അല്ലെങ്കിൽ അതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും കയറുന്നുണ്ട്. ചില സ്റ്റോക്കൊന്നും കയറിയിട്ടില്ല, എന്നാലും നമ്മൾ പറയണതിൽ ഭൂരിഭാഗം സ്റ്റോക്കും കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയ്ക്ക് ഉള്ള സ്റ്റോക്കുകൾ നിങ്ങളെല്ലാം വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് പറയണമാതിരി ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റോക്ക് ഇമാമി പേപ്പർ മിൽസ് ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ഏകദേശം നല്ലൊരു അപ്പ് ട്രെൻഡ് കാണിക്കുന്ന ലെവലിലാണ്. അപ്പോൾ ഇത് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിനടുത്തൊരു ക്യാൻഡിലൂടെ നല്ല രീതിയിൽ ഫോം ആവുകയാണെങ്കിൽ തർക്കിടാത്ത മൂവ്മെൻറ്റ് കിട്ടും. ഇതൊരു 1 ഇയർ ബ്രേക്കൗട്ടിക്ക് ഞാൻ കാണിച്ചു തരാം. 1 ഇയർ ബ്രേക്കൗട്ട് അല്ല കേട്ടോ, ഇത് 1 ഇയർ ചാർട്ട്, ഡെയിലി ക്യാൻഡിലാണിത്. അപ്പോൾ ഇതിൽ ഓൾറെഡി 1 ഇയർ ബ്രേക്കൗട്ട് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ എന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ ഇത് തുടങ്ങിയിട്ട് അധികം കൂടുതലൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഓൾ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയത് വീണ്ടും ബ്രേക്കൗട്ട് ആവാൻ പോവുകയാണ്. കണ്ടല്ലേ, ഇതിന് അത്രയ്ക്ക് വലിയ സ്റ്റാർട്ടിങ്ങുള്ളത് നല്ലതാണ്. 174 ഓൾറെഡി ആയിരിക്കണം, 174 ഓൾറെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അടുത്തൊരു ക്യാൻഡിലൂടെ പുതുതായിട്ട് ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വാങ്ങിച്ചാൽ നമുക്ക് ഏകദേശം 200 ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് 1 ഇയർ ബ്രേക്കൗട്ട് എല്ലാം കഴിഞ്ഞു. നമുക്കിപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള അതിൻ്റെ റേറ്റും ഇപ്പോൾ ക്രോസ് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്രോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കോൺഫിഡൻറ്റിന് വേണ്ടി ഒരു ക്യാൻഡിലൂടെ നല്ല രീതിയിലൊന്ന് ഫോം ആയി കഴിഞ്ഞാൽ നമുക്കിത് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, നമുക്കിനി അടുത്ത സ്റ്റോക്ക് കാണാം. അടുത്ത സ്റ്റോക്ക് ക്യുസസ് കോർപ്പറേറ്റ് ലിമിറ്റഡ് ആണ്. അപ്പോൾ അത് നോക്കി നോക്കാം നമുക്ക്. ഇതും ഏകദേശം അപ്പ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഞാൻ 1 ഡേ ക്യാൻഡിൽ എടുക്കാം ആദ്യം. 1 ഡേയിൽ എങ്ങനെയാണ് നമുക്ക് നോക്കുക. നാളെ തന്നെ തിങ്കളാഴ്ച തന്നെ കയറുമോ ഇല്ലയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെ ഡെയിലി ക്യാൻഡിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഏകദേശം നല്ലൊരു അപ്പ് ട്രെൻഡാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഡെയിലി ചാർട്ടാണ് കേട്ടോ. ഞാനിത് ഇയർലി ചാർട്ടിലേക്ക് മാറ്റുകയാണ്. ഇയർലി ചാർട്ടിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏകദേശം ജൂണിലായിട്ടുള്ള അതിൻ്റെ പഴയ ഇയർലി റെക്കോർഡ് വീണ്ടും ബ്രേക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പൊസിഷനിൽ 872, ഓക്കെ, 875 ഈ ലെവലിൽ ക്രോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയൊരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാം നമുക്ക്. ഓക്കെ, ഇതിൻ്റെ ടാർഗറ്റ് നമുക്ക് ഇടുകയാണെങ്കിൽ ഒരു 1000 ലെവലിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാം കേട്ടോ. ടാർഗറ്റ് നമ്മൾ ഇടുന്നത് 1000 ആണ്. ഓക്കെ, ടാർഗറ്റ് 1000 ഫിക്സ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ലെവലിൽ ഫിക്സ് ചെയ്യേണ്ടി വരും. അത് കുറച്ച് കൂടിപ്പോയി അല്ലേ. 788 ആണ് സ്റ്റോപ്പ് ലോസ് കാണുന്നത് കേട്ടോ. ഞാൻ ഇതിൽ നമുക്ക് 1000 അല്ല കൂടുതലാണ്. അത് കുറച്ച് ടൈം എടുക്കും. ആ ലെവലിലേക്ക് പോയിട്ട് ടാർഗറ്റ് ഹിറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതൊരു ലോങ് ടേമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ പറയണത്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 787 ആണ് പറയണത്. എന്തായാലും 874 ക്രോസ് ചെയ്തതിന് ശേഷം
നല്ലൊരു ക്യാൻഡിൽ ഫോം ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് പോവാം. അടുത്തൊരു നല്ല സ്റ്റോക്ക് ഫെഡറൽ ബാങ്കാണ്. അപ്പോൾ ഫെഡറൽ ബാങ്ക് എടുത്ത് വെച്ച് നോക്കിയാൽ നമുക്ക് ഫെഡറൽ ബാങ്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് ബ്രേക്ക് ഔട്ടിന് വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമുക്കിപ്പോൾ ഞാൻ ഇയർലി ചാർട്ട് എടുക്കട്ടെ. ഇയർലി ചാർട്ട് എടുത്ത ഏകദേശം മാർച്ചിലാണ് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത് 92. ഓക്കെ, അപ്പോൾ നമുക്ക് 92 തന്നെയാണ് നമ്മുടെ ബ്രേക്ക് ഔട്ട് ലൈനും. ഏകദേശം 92 തന്നെ ഇട്ട് വയ്ക്കുക ഒരു സേഫ്റ്റി. ഓക്കെ, അപ്പോൾ 87.45 ആയിരുന്നു. ഇതെല്ലാവരും ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു സ്റ്റോക്ക് എങ്ങനെയും നമുക്ക് അടുത്ത ആഴ്ചയിൽ ബ്രേക്ക് ഔട്ടിന് സാധ്യതയാണ്. ഇയർലി ബ്രേക്ക് ഔട്ട് മാത്രമല്ല, ഫെഡറൽ ബാങ്ക് കുറച്ചും കൂടി പവർഫുള്ളായ ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം. ഇത് 82 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 82 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. നമ്മുടെ ടാർഗറ്റ് പറയുകയാണെങ്കിൽ 100 നമുക്ക് ടാർഗറ്റിൽ വയ്ക്കാം. നമ്മുടെ ടാർഗറ്റ് 100 ആണ്. എങ്ങാനും ടാർഗറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ 100 ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഈ 100 റെസിസ്റ്റൻസ് ആയിട്ട് എടുത്ത് തിരിച്ചിറങ്ങുകയാണെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ രണ്ട് മൂന്ന് തവണ അതൊരു റെസിസ്റ്റൻസ് ആയിട്ടുണ്ട് 100. അപ്പോൾ അതിൽ തട്ടി തിരിച്ചിറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടാർഗറ്റ് ചേഞ്ച് ചെയ്ത് ഈ ലെവലിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. 110 ഇതാക്കാം നമുക്ക് ടാർഗറ്റ്. ഓക്കെ, അപ്പോൾ ഫെഡറൽ ബാങ്ക് നമുക്ക് നോട്ട് ചെയ്ത് വയ്ക്കാം. ഫെഡറൽ ബാങ്ക് 93 നല്ലൊരു ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം. അത് നമ്മൾ 81 ആണ്, 82 സ്റ്റോപ്പ് ലോസ്. അപ്പോൾ 100 ആദ്യത്തെ ടാർഗറ്റ്. അത് ബ്രേക്ക് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 110 ആണ് കേട്ടോ. അപ്പോൾ ഈ ഫെഡറൽ ബാങ്ക് നമുക്ക് എന്തായാലും അടുത്ത ആഴ്ച എങ്ങനെയും ക്രോസ് ചെയ്യാനാണ് ചാൻസ്. 1 ഡേ ചാർട്ട് എടുത്താൽ കൂടെ അപ് ട്രെൻഡാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫെഡറൽ ബാങ്ക് കൂടെ സജസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വീക്കിലേക്ക്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്തത് സെറിബ്രൈൻഡ് ഇൻ്റഗ്രേറ്റഡ് എന്നുള്ളൊരു സ്റ്റോക്കാണ്. ഇത് ഏകദേശം നല്ല മൂവ്മെൻ്റാണ് കഴിഞ്ഞ ദിവസം നടത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഡെയിലി ചാർട്ട് എടുത്ത മൂവിങ് ആണ് കാണുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇയർലി ചാർട്ട് എടുത്ത് നോക്കാം. ഇയർലി ചാർട്ട് എടുത്തു കഴിഞ്ഞാലും ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം അറിയോ, ഒരു 62 ക്യാൻഡിൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാം. അതിൻ്റെ ടാർഗറ്റ് ഈ ഒരു ലെവൽ ഫിക്സ് ചെയ്യാം, 70 ഫിക്സ് ചെയ്യാം. ടാർഗറ്റ് 70 ഫിക്സ് ചെയ്യുക. സ്റ്റോപ്പ് ലോസ് ഈ ഒരു ലെവൽ തന്നെ മതി നമുക്ക്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു ലെവലിൽ ചെയ്യാം, 55. ഓക്കെ, വളരെ ചെറിയ ടാർഗറ്റും ചെറിയ സ്റ്റോപ്പ് ലോസും ആണ്. അപ്പോൾ നോക്കി നോക്കാം. നമുക്കിനി ഇത് ഒരു 5 ഇയർ ചാർട്ടിൽ നോക്കി നോക്കാം. നമ്മുടെ ഇത് ഓക്കെ ആണോന്നില്ല, കറക്റ്റാണ് കണ്ടോ. 5 ഇയർ ചാർട്ട് എടുത്ത് നോക്കിയപ്പോൾ അതും നമ്മുടെ വരച്ച ആ 70 ടാർഗറ്റും കറക്റ്റാണ്. അതിന് മുമ്പ് ടച്ച് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് അതേ പൊസിഷനിൽ. അത് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ മൂവ്മെൻ്റ് ആവും. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയാൽ മതി. നമ്മൾ പറഞ്ഞതിന് വെച്ചൊരു ഐഡിയ കിട്ടി, നമ്മൾ തന്നെ അതേപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. ഓക്കെ, പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാം. ഞാൻ ഈ റെസിസ്റ്റൻസ് കാണിച്ച് 5 ഇയർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം കറക്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് പരിഗണിക്കാം കേട്ടോ. ഇനി അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്തത് JK ടയർ ആൻഡ് ഇൻഡസ്ട്രീസ് എന്നുള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 1 ഡേ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഞാൻ എന്തിനാണ് 1 ഡേ ചാർട്ട് എടുത്ത് നോക്കണം അറിയാം ആദ്യം. അങ്ങനെ ആ ലാസ്റ്റ് ഡേ എങ്ങനെയാണ് മൂവ്മെൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് മാത്രം ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുക്കുള്ളൂ. നമുക്ക് അടുത്ത ആഴ്ച തന്നെ മൂവ്മെൻറ്റ് കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ കിട്ടാതിരിക്കാം കേട്ടോ, അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോക്കുമ്പോൾ ഏകദേശം തരക്കേടില്ലാത്ത മൂവ്മെൻറ്റാണ് ഡെയിലി ചാർട്ടിൽ കേട്ടോ ലാസ്റ്റ് വീക്കിൽ. ഇനി നമ്മൾ ഏകദേശം ഒരു 1 ഇയർക്ക് പോവാം. 1 ഇയർക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ലെവലിൽ ഇതിൻ്റെ ടാർഗറ്റ് വയ്ക്കാം. ഈ ലെവലിൽ തന്നെ വയ്ക്കാം, 154. ഓക്കെ, 154ലേക്ക് മുകളിലേക്ക് നമുക്ക് എന്തായാലും 100% വാങ്ങിക്കാം. അതെന്തായാലും മുന്നേറും, ഉറപ്പാണ്. അടുത്ത അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഈ തന്നെ ഫിക്സ് ചെയ്യാം,
133. ഓക്കെ, 133ൻ്റെ ചോട്ടിലേക്ക് വന്നാൽ അത് ബ്രേക്കായി വീണ്ടും ചോട്ടിലേക്ക് പോവും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇതിന് മുമ്പത്തെ റെസിസ്റ്റൻസാണ് നോക്കുന്നത്. അപ്പോൾ അത് ഏകദേശം നമുക്ക് 170 വരയ്ക്ക് നോക്കാം. ഓക്കെ, 170 നമ്മുടെ ടാർഗറ്റ് കേട്ടോ. അപ്പോൾ JK ടയേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് 154 മുകളിലേക്ക് വാങ്ങാം. 170 ടാർഗറ്റ്, 133 സ്റ്റോപ്പ് ലോസ്. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അവസാനത്തെ സ്റ്റോക്കിലേക്ക് പോവാം. അത് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്ത് ഞാൻ 1 ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരു നല്ല അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. അതുകൂടെ ഞാൻ നോക്കിയിട്ടാണ് ഇത് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്കിത് 6 മന്തിക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് മൂവ്മെൻ്റ് എന്ന്. 6 മന്ത്. ഓക്കെ, ശരി. അപ്പോൾ ഇയർലി ചാർട്ടിലേക്ക് പോവാം. ഇയർലി ചാർട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ് ട്രെൻഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ലെവലിൽ നോക്കട്ടെ. ഈ ഒരു ലെവലിൽ നമുക്ക് ഇപ്പോൾ നാളെ രാവിലെ തന്നെ 75 വാങ്ങിക്കാം. നമുക്ക് 75 എന്നുള്ളൊരു ലെവലിൽ മേടിക്കാം. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് നമുക്ക് 80. ഓക്കെ, ടാർഗറ്റ് ഈ ഒരു ലെവലിൽ ചെയ്യാം. 85 ടാർഗറ്റ് നമുക്ക് 85 ഇടാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമ്മുടെ തന്നെ 70 വയ്ക്കാം. ഓക്കെ, ഈ ഒരു ലെവലിൽ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യയാണ്, നല്ലൊരു അപ് ട്രെൻഡാണ് കാണിക്കുന്നത്. അപ്പോൾ തിങ്കളാഴ്ച തന്നെ ഒന്ന് അതേപോലെ കയറിക്കൊണ്ടിരിക്കാനാണ് ചാൻസ് എന്നാണ് എൻ്റെ വിശ്വാസം. ഏകദേശം നമുക്ക് 74 ശേഷം നല്ല ഒരു മൂവ്മെൻറ്റ്, നല്ലൊരു ക്യാൻഡിൽ ഫോമായി കഴിഞ്ഞാൽ ഏകദേശം അപ് ട്രെൻഡ് ആണല്ലോ. അപ്പോൾ പിന്നെ രാവിലെ വാങ്ങിച്ചാലും കുഴപ്പമില്ല. 85 വരെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോകണമെന്നില്ല, വളരെ സ്ലോയിലായിരിക്കും പോവുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോക്ക് കൂടെ നമുക്ക് പരിഗണിക്കാം കേട്ടോ. അപ്പോൾ ഇതിലെല്ലാം കയറുന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത സ്റ്റോക്കുകൾ കയറാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത് തിരിച്ചിറങ്ങുകയും ചെയ്യാം. നമ്മുടെ റെസിസ്റ്റൻസ് എത്തി തിരിച്ചിറങ്ങാം. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ചിലപ്പോൾ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഒന്ന് ഇറങ്ങി വീണ്ടും കയറുകയും ചെയ്യാം. റീടെസ്റ്റ് അടിച്ച് തിരിച്ച് പോവാം. എന്തായാലും പരിഗണിക്കാൻ നോക്കുക. നിങ്ങൾക്കും കൂടി കോൺഫിഡൻറ്റ് വന്നാൽ മാത്രം വാങ്ങിക്കുക, വാച്ച് ലിസ്റ്റിലിടുക. എന്തായാലും നമ്മൾ സ്റ്റഡി ചെയ്യണല്ലോ. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്നുള്ളത്. എന്നാൽ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഓക്കെ എന്ന് തോന്നിയാൽ വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.